Hi all, welcome to I+ Training Solutions. ഞാൻ ആര്യ. അപ്പോൾ നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 1 ഇംഗ്ലീഷിൻ്റെ ജാനുവരി 2025 നടന്ന ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ആദ്യത്തെ 12 ചോദ്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Everyone brought dash dictionary for the reference in the class. അപ്പോൾ ക്വസ്റ്റ്യൻ ആണ് എന്താണ് തന്നിരിക്കുന്നത്? Everyone brought dash dictionary for the reference in the class. എന്താണ് ഓപ്ഷൻസ്? her, his, their, everybody's. എന്താണ്? പ്രോനൗൺ ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഏത് പ്രോനൗൺ ആണ് അവിടെ ആപ്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാൻ ക്വസ്റ്റ്യൻ. Everyone brought dash dictionary for their reference in the class. എല്ലാവരും അവരവരുടെ ഡിക്ഷണറി, ക്ലാസ്സിലെ റെഫറൻസിന് വേണ്ടി അവരവരുടെ ഡിക്ഷണറി കൊണ്ടുവരണം എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം അവരുടെ എന്ന് പറയണം എങ്കിൽ ഏത് വരണം? ഹിസ് വന്നാൽ ശരിയാവോ? ഇല്ല. ഹിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ. ഹെർ എന്ന് പറയുമ്പോൾ അവളുടെ. എന്ത് വരണം ആൻസർ? ദേർ വരണം. എവരിബഡീസ് എന്ന് വരില്ല അല്ലേ? അവരവരുടെ എന്ന് പറയും. പക്ഷെ എവരിബഡീസ് പറയുന്നത് എല്ലാവരുടെയും എന്നല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താണ് മലയാളത്തിൽ പറയുമ്പോൾ? എല്ലാവരും അവരവരുടെ എന്നാണ് പറയുന്നത് അല്ലേ? എല്ലാവരും എല്ലാവരുടെയും ഡിക്ഷണറി കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അല്ല, അവരവരുടെ ഡിക്ഷണറി റെഫറൻസിന് വേണ്ടിയിട്ട് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. സോ അവിടെ ആൻസർ ഏത് വരും? ദേർ വരും. ക്ലിയർ ആയല്ലോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ അവിടെ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെന്റൻസസ് കറക്റ്റ്ലി യൂസസ് എ പ്രിപ്പോസിഷൻ? ഒരു പ്രിപ്പോസിഷൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത സെന്റൻസ് ഏതാണെന്ന് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും എന്താണ് സെന്റൻസുകളായിട്ട് തന്നിട്ട് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. അതായത് ഇപ്പം ടെൻസ് ഏതാണെന്ന് ചോദിച്ചിട്ടില്ല, അവിടെ ഏത് ടെൻസ് മാച്ച് ആവുന്നതെന്നല്ല ചോദിച്ചത്. ടെൻസിന് തന്നെ അങ്ങനെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റും അതേപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസും തന്നിട്ട് അത് യൂസ് ചെയ്ത സെന്റൻസ് ഏതാണ്, പിന്നെ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണ്. അപ്പൊ എഗെയിൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്രിപ്പോസിഷൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത സെന്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ. ഷീ ഈസ് ഗുഡ് ഇൻ മാത്തമാറ്റിക്സ്. The boy is interested on sports. She is familiar in the new politics. The car turned off the main road. എന്ത് വരും ആൻസർ? She is good in mathematics. നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യമാണ് ഗുഡ്. ഗുഡിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് ഈ സബ്ജക്റ്റിന്റെ ഒക്കെ കേസ് പറയുമ്പോൾ ഗുഡിന് ശേഷം എന്താണ്? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഷീ ഈസ് ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്, ഷീ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്, ഷീ ഈസ് ഗുഡ് അറ്റ് സ്പോർട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുഡിന് ശേഷം എന്താണ്? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. ദ ബോയ്സ് ഇൻട്രസ്റ്റഡ് ഓൺ സ്പോർട്സ് ആണ്. ദ ബോയ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ് ആണ്. സ്പോർട്സിൽ എന്നൊരു അർത്ഥത്തിൽ. അപ്പോൾ ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ് ആണ് കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് വരുന്നത്. ഷീ ഈസ് ഫെമിലിയർ ഇൻ ദി ന്യൂ പൊളിറ്റിക്സ്. ഷീ ഈസ് ഫെമിലിയർ ഇൻ ദി ന്യൂ പൊളിറ്റിക്സ്. അവിടെയും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? സെന്റൻസ് കറക്റ്റ്ലി യൂസസ് എ പ്രിപ്പോസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? കറക്റ്റ്ലി യൂസസ് എ പ്രിപ്പോസിഷൻ. അപ്പോൾ ഏതൊരു ആൻസർ? ദി കാർ ടേൺഡ് ഓഫ് ദി മെയിൻ റോഡ്. അതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. അതായത് മെയിൻ റോഡിൽ എത്തിയപ്പോൾ എന്താണ്? കാർ ഓഫായി, കാർ ടേൺ ഓഫ് ആയി അല്ലേ? അല്ലെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ആയി എന്നുള്ളൊരു മീനിങ് വരും അല്ലേ? അപ്പോൾ ഏതൊരു ആൻസർ? ഓപ്ഷൻ ബി ആണ്. ദി കാർ ടേൺഡ് ഓഫ് ദി മെയിൻ റോഡ്. അതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഈ ഗുഡിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഗുഡ് അറ്റ് ആണ്. ഗുഡിന് ശേഷം കൂടുതലായിട്ട് നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ദ ടീം ഓഫ് പ്ലെയേഴ്സ് ഡാഷ് പ്രാക്ടീസിംഗ് ഫോർ ദി ചാമ്പ്യൻഷിപ്പ്. ദ ടീം ഓഫ് പ്ലെയേഴ്സ് ഡാഷ് പ്രാക്ടീസിംഗ് ഫോർ ദി ചാമ്പ്യൻഷിപ്പ്. നോക്കിക്കേ. ആർ ഈസ് വേർ ഹാവ് ബീൻ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ടീം ഓഫ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കളക്റ്റീവ് നൗൺ ആണ് അല്ലേ? ടീം ഓഫ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കളക്റ്റീവ് നൗൺ ആണ് അല്ലേ? കളക്റ്റീവ് നൗൺ അല്ലേ? പ്ലെയേഴ്സിന്റെ ഒരു കളക്റ്റീവ് നൗൺ ആണ് ടീം ഓഫ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ കളക്റ്റീവ് നൗണിന് ശേഷം നമ്മൾ എപ്പോഴും എന്താണ് യൂസ് ചെയ്യുന്നത്? സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. മറന്നു പോകരുത്. കളക്റ്റീവ് നൗണിന് ശേഷം നമ്മൾ എന്താണ്? സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ. ഇനി ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർ ഒരു പ്ലൂറൽ വേർബ് ആണ്, ഈസ് സിംഗുലർ ആണ്, വേറെ പ്ലൂറൽ ആണ്, ഹാവ് ബീനും പ്ലൂറൽ ആണ്. സോ അവർ ആൻസർ ഈസ്. ഇങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം. ക്ലിയർ ആയല്ലോ? അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, കളക്റ്റീവ് നൗണിന് ശേഷം നമ്മൾ എന്താണ്? സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് കാണാം. ടീം ഓഫ് പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പക്ഷെ എന്താണ്? അത് ഒരു ഗ്രൂപ്പായിട്ടാണെങ്കിലും അതിനെ നമ്മൾ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ശേഷം വരുന്ന വേർബ് എന്താണ്? സിംഗുലർ ആണ്.
ഓക്കെ, അതേപോലെ തന്നെ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഓർത്ത ഒരു കാര്യം ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എ പെയർ ഓഫിന് ശേഷം എന്താണ്? എ പെയർ ഓഫിന് ശേഷം നമ്മൾ എപ്പോഴും സിംഗുലർ വേർബാണ് യൂസ് ചെയ്യുന്നത്, മറന്നു പോകരുത്. അതായത് കളക്റ്റീവ് നൗണിന് ശേഷം എ പെയർ ഓഫ് ഒക്കെ വരികയാണെങ്കിൽ അതിനും ശേഷം നമ്മൾ എന്താണ് സിംഗുലർ. ഇപ്പൊ പെയർ എന്ന് പറയുമ്പോൾ രണ്ടാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരും അല്ലേ? പക്ഷെ ആ പെയറിനെ നമ്മൾ എന്താണ് ഒരൊറ്റ സെറ്റായിട്ടാണ് എടുക്കുന്നത്. പെയർ ഓഫ്, അതേപോലെ സെറ്റ് ഓഫ്, ഇതിനൊക്കെ ശേഷം എന്താണ് നമ്മൾ സിംഗുലർ വേർബാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പെയർ ഓഫ് എന്ന് പറയുമ്പോൾ പെയർ ഓഫ് സോക്സ് എന്ന് പറയാം അല്ലേ? പെയർ ഓഫ് സോക്സ്, പിന്നെ അല്ല എന്താണ് പെയർ ഓഫ് സ്പെക്ടക്കിൾസ്, അങ്ങനെയൊക്കെ പറയാം. അപ്പം ഈ സോക്സ്, സ്പെക്ടക്കിൾസ് ഇങ്ങനെയൊക്കെ ഉള്ളത് പെയർ ഓഫ് അല്ലാതെ വേർഡ് മാത്രമാണ് വരുന്നത്. അതായത് എന്താണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മൈ സ്പെക്ടക്കിൾസ് ആർ മിസ്സിങ് എന്നാണ് പറയുന്നത്. മൈ സ്പെക്ടക്കിൾസ് ഈസ് മിസ്സിങ് എന്ന് പറയില്ല. ഓക്കെ, ഇപ്പൊ സ്പെക്ടക്കിൾസ് അല്ലെങ്കിൽ സോക്സ്, പിന്നെന്താ അങ്ങനെ ഇത് രണ്ടെണ്ണം വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? സ്പെക്ടക്കിൾസ്, സോക്സ്, പിന്നെ പാൻസ് അല്ലേ, ഷൂസ്, ഇതൊക്കെ എന്താണ് അങ്ങനെ അത് വേർഡായിട്ട് ഒറ്റ വേർഡായിട്ടാണ് വരുന്നത്. അതിന് മുമ്പ് എന്തില്ല? എ പെയർ ഓഫ് അല്ലെങ്കിൽ എ സെറ്റ് ഓഫ് എന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ് പ്ലൂറൽ വേർബാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇതിനു മുമ്പ് ഒരു പെയർ ഓഫ് വരികയാണ്, അല്ലെങ്കിൽ മൈ സ്പെക്ടക്കിൾസ് എന്നുള്ളത് എ പെയർ ഓഫ് സ്പെക്ടക്കിൾസ് എന്നായിരുന്നെങ്കിലോ എ പെയർ ഓഫ് സ്പെക്ടക്കിൾസ് ഈസ് മിസ്സിങ് എന്ന് പറഞ്ഞേനെ. വ്യത്യാസം മനസ്സിലായോ? അതായത് എ പെയർ ഓഫിന് ശേഷമാണ് ഇങ്ങനെയുള്ള വേർഡ്സ് വരുന്നത് എങ്കിൽ എന്താണ് അവിടെ വേർബ് സിംഗുലർ ആയിരിക്കും. എന്നാൽ പെയർ ഓഫ് ഇല്ലാതെ ആ വേർഡ്സ് മാത്രമാണ് വരുന്നത് എങ്കിൽ അവിടെ എന്തായിരിക്കും? വേർബ് പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ അത് ജസ്റ്റ് ഇവിടെ ടീം ഓഫ് പ്ലെയേഴ്സ് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, എ ടീം ഓഫ് പ്ലെയേഴ്സ് ഈസ് പ്രാക്ടീസിങ് ഫോർ ദി ചാമ്പ്യൻഷിപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ വേർഡ് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു പ്രൊഹിബിറ്റ്. ഫസ്റ്റ് എന്തായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്? സെയിം സിനോണിമസ് ആയിട്ടുള്ള വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? ആന്റോണിം ആണ് ചോദിച്ചിരുന്നത്. പ്രൊഹിബിറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ ആന്റോണിം എന്താണ്? ഫോർബിഡ്, പ്രോസ്ക്രൈബ്, പെർമിറ്റ്, ഡിസ്അലൗ. 4 വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ എന്താണ് പ്രൊഹിബിറ്റ് എന്ന് പറഞ്ഞാൽ നിരോധിക്കുക എന്നുള്ള മീനിങ് ആണ് അല്ലേ? അപ്പൊ പ്രൊഹിബിറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? നോക്കിക്കേ, ഫസ്റ്റ് വൺ ഫോർബിഡ് എന്താണ്? അതും വിലക്കപ്പെട്ടത് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. പ്രോസ്ക്രൈബ് നിരോധിക്കുക, പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിരോധിക്കല, അലൗ ചെയ്യുക, അതിനെയാണ് നമ്മൾ പെർമിറ്റ് എന്ന് പറയുന്നത് അല്ലേ? അനുവദിക്കുന്നതിനെയാണ് പെർമിറ്റ് എന്ന് പറയുന്നത്. ഡിസ്അലൗ മീൻസ് എന്താണ്? അനുവദിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നമ്മളെ സമ്മതിക്കാതിരിക്കുക, അതിനെയാണ് ഡിസ്അലൗ എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി, പെർമിറ്റ് ആണ്. പ്രൊഹിബിറ്റിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? പെർമിറ്റ് ആണ്. പ്രൊഹിബിറ്റിന്റെ സിനോണിമസ് ആയിട്ട് വരുന്ന വേർഡുകളാണ് ഫോർബിഡ്, പ്രോസ്ക്രൈബ്, അതേപോലെ ഡിസ്അലൗ. ഇതെല്ലാം എന്താണ്? അതിന്റെ സിനോണിംസ് ആണ്. എന്നാൽ അതിന്റെ ആന്റോണിം ആയിട്ട് അല്ലെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർഡ് ഏതാണ്? പെർമിറ്റ് ആണ്. പ്രൊഹിബിറ്റ്, പെർമിറ്റ്. പ്രൊഹിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിരോധിക്കുക, പെർമിറ്റ് മീൻസ് എന്താണ്? അനുവദിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഐ വെയർ യു ഡാഷ്. എന്താണ് ഇഫ് ക്ലോസ്? ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. എഗെയിൻ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും പറയുകയാണ്. അതൊക്കെ പഠിച്ചിട്ടേ നിങ്ങൾ എക്സാം ഹോളിൽ പോകാവൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് 1 അല്ലെങ്കിൽ 2 മാർക്ക്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെയാണ് ഒന്നിലധികം ചോദ്യങ്ങൾ. ഇഫ് ക്ലോസ് ആണെങ്കിൽ ഒന്നിലധികം തവണ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഏരിയ പഠിക്കുകയാണെങ്കിൽ 1 അല്ല അതിലധികം മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. അതൊന്നും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും KTT കാറ്റഗറി 1 ഇല്ല, നിർബന്ധമായിട്ടും ഇല്ല. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ, ഷുവറായിട്ട് ഈ പറയുന്ന ഈ ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് കാണും. ഓക്കെ, ഇതൊക്കെ പഠിക്കാനും വളരെ സിമ്പിളാണ്. നമുക്ക് ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മറന്നു പോവുകയില്ല. നമുക്ക് എല്ലാ കാലത്തും നമ്മളിപ്പം KTT എക്സാം മാത്രമല്ല, അത് കഴിഞ്ഞ് PSC എക്സാംസിനൊക്കെ പോവുകയാണെങ്കിലും ഇംഗ്ലീഷ് ഇല്ലാത്ത എക്സാമുകൾ വളരെ കുറവാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എല്ലാം ഇത് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, നോക്കിക്കേ, ഇഫ് ഐ വെയർ യു ഡാഷ്. അപ്പൊ എന്താണ് ഇവിടെ? ഇഫ് ക്ലോസ് ആണ് തന്നിരിക്കുന്നത് ഐ വെയർ യു, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മുടെ ഏതാണ്? ടൈപ്പ് 2 ആണ് വരുന്നത്. ടൈപ്പ് 2 എന്താണ്? ടൈപ്പ് 2 പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? പാസ്റ്റ് ടെൻസിന്റെ അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് എങ്ങനെ ആയിരിക്കും വരുന്നത്? വുഡ് പ്ലസ് V1 വരും അല്ലേ? ഇഫ് ക്ലോസിൽ എന്താണ്? നമ്മളിവിടെ ടൈപ്പ് 2 കേസ് ആണ് പറയുന്നത്, പാസ്റ്റ് ടെൻസ് വരുന്ന കേസ്. പാസ്റ്റ് ടെൻസ് ഇഫ് ക്ലോസ് പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൽ എന്തായിരിക്കണം? വുഡ് പ്ലസ് V1 ആയിരിക്കണം വരുന്നത്. അല്ലെങ്കിൽ ഷുഡ്, അല്ലെങ്കിൽ കുഡ്, അല്ലെങ്കിൽ മൈറ്റ്, ഏതായാലും അതിനുശേഷം നമ്മൾ എന്താണ്? V1 ആണ്
യൂസ് ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ അങ്ങനെ ഇവിടെ വുഡ് പ്ലസ് V1 ഉള്ള ആൻസറിലേക്ക് നമുക്ക് വേഗം എത്തിച്ചേരാം. നോക്കിയേ, ഐ വിൽ ടേക്ക് അപ്പ് ദി ജോബ്. വിൽ പ്ലസ് V1 ആണ് വന്നിരിക്കുന്നത്, അതല്ല നമ്മുടെ ആൻസർ. അടുത്ത വുഡ് ടേക്ക് അപ്പ്, വുഡ് പ്ലസ് V1, അത് കറക്റ്റ് ആണ്, അതായിരിക്കും നമ്മുടെ ആൻസർ. വിൽ ഹാവ് ടേക്കൺ അപ്പ് തെറ്റാണ്. വുഡ് ഹാവ് ടേക്കൺ അപ്പ് അതും എന്താണ്, തെറ്റാണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഐ വുഡ് ടേക്ക് അപ്പ് ദി ജോബ്. അപ്പോൾ ഓർത്തിരിക്കുക, ഐ വെയർ യു എന്ന് വന്നതുകൊണ്ടാണ്. വെയർ എന്ന് പറയുന്നത് ഏതാണ്, പാസ്റ്റ് ടെൻസ് ആണ്. സോ നമ്മുടെ ടൈപ്പ് 2 കേസ് ആണ്, സെക്കൻഡ് കേസ് ആണ്. അവിടെ വരുന്നത് എന്താണ്, വുഡ് പ്ലസ് V1 ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, the new firms are ready to dash the required amount in advance. The new firms are ready to dash the required amount in advance എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രേസൽ വെർബ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്തിച്ചേരാം. നോക്കിക്കേ, ഫസ്റ്റ് വൺ പുട്ട് ഓൺ. പുട്ട് ഓൺ മീൻസ് എന്താണ്, ടു വെയർ. ഈ പുട്ടിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ എല്ലാത്തിലും ചോദിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഈ ഫ്രേസൽ വെർബ് ഒക്കെ നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, അടുത്ത പുട്ട് ഓഫ് എന്താണ്, പോസ്റ്റ്പോൺ. പുട്ട് ഓഫ് എന്താണ്, പോസ്റ്റ്പോൺ. ഇനി സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെറ്റ് ഔട്ട് ടു സ്റ്റാർട്ട് സംതിങ് അല്ലേ. എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക, ഞാൻ സെറ്റ് ഔട്ട് എന്ന് പറയുന്നത് അല്ലേ. പുട്ട് ഇൻ മീൻസ് എന്താണ്, ഇൻവെസ്റ്റ്. അതേപോലെ തന്നെ എന്തുകൊണ്ട്, ഇന്ററപ്റ്റ്. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പറയുന്ന കാര്യമാണ്. ഈ പുട്ടിൻ ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇൻവെസ്റ്റ് അല്ലെങ്കിൽ ഇന്ററപ്റ്റ്, രണ്ട് മീനിങ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ദ ന്യൂ ഫേംസ് ആർ റെഡി ടു ഡാഷ് ദി റിക്വയർഡ് എമൗണ്ട് ഇൻ അഡ്വാൻസ്. അപ്പം എത്രയാണോ എമൗണ്ട് വേണ്ടുന്നത് അതെന്താണ്, അഡ്വാൻസിൽ കൊടുക്കാൻ ഇവരെല്ലാം തയ്യാറാണ്. ന്യൂ ഫേംസ് തയ്യാറാണ്. അപ്പം അത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണ് എന്നുള്ളൊരു മീനിങ് ആണ് വരേണ്ടത് അല്ലേ. ഇൻവെസ്റ്റ് എന്ന് പറയുന്ന മീനിങ് ഉള്ള ഫ്രേസൽ വെർബ് ഏതാണ്, പുട്ട് ഇൻ ആണ്. പുട്ട് ഇൻ ആണ് ഇൻവെസ്റ്റ് എന്ന് പറയുന്ന മീനിങ് വരുന്ന ഒരു ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ ഏതായിരിക്കും ആൻസർ വരുന്നത്, ഓപ്ഷൻ ഡി, പുട്ട് ഇൻ. നോക്കിയേ, ദ ന്യൂ ഫേംസ് ആർ റെഡി ടു പുട്ട് ഇൻ ദി റിക്വയർഡ് എമൗണ്ട് ഇൻ അഡ്വാൻസ്. ഓക്കെ, ഒന്നുകൂടെ ഓർക്കുക, പുട്ട് ഓൺ മീൻസ് ടു വെയർ, എന്തെങ്കിലും ധരിക്കുന്നത്, പുട്ട് ഓൺ യുവർ സോക്സ് അല്ലെ പുട്ട് ഓൺ യുവർ ഷൂസ് എന്ന് പറയാം അല്ലേ. പുട്ട് ഓഫ് മീൻസ് എന്താണ്, പോസ്റ്റ്പോൺ, എന്തെങ്കിലും ഒരു പ്രോഗ്രാം മാറ്റി വെക്കുക. അല്ലാതെ പോസ്റ്റ്പോൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ പുട്ട് ഓഫ് എന്ന് പറയുന്നത്. സെറ്റ് ഔട്ട് മീൻസ് എന്താണ്, ടു സ്റ്റാർട്ട് സംതിങ്, അതെന്തെങ്കിലും ഒരു യാത്രയാകാം അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് സെറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഇനി പുട്ട് ഇൻ മീൻസ് എന്താണ്, ഇൻവെസ്റ്റ്, ഇന്ററപ്റ്റ്, രണ്ട് മീനിങ് ഉണ്ട് അവിടെ. അത് ഓർത്തിരിക്കാനായിട്ട് രണ്ടിന്റെ ഫസ്റ്റ് എന്തുണ്ട്, ഇന്നുണ്ട്. അങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ വേഗം നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പുട്ട് ഇൻ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സെന്റൻസ് ഇൻ ദി പാസീവ് ഫോം. വീണ്ടും കണ്ടോ, എല്ലാം സെന്റൻസുകൾ വന്നിട്ട് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്, അല്ല നമ്മൾ ആൻസറിലേക്ക് എത്താനല്ല ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സെന്റൻസുകൾ തരും, അതിൽ നിന്ന് അവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അത് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കുക, ഇവിടുത്തെ പറഞ്ഞിരിക്കുന്നത് പാസീവ് വോയിസ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, പാസീവ് വോയിസിൽ എന്ത് കാണും, ഒരു V3 ഫോം കാണുമല്ലോ. പാസീവ് വോയിസിൽ എന്താണ്, എപ്പോഴും പാസീവ് വോയിസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, അതിനകത്ത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉറപ്പായിട്ട് കാണും അല്ലേ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉള്ള വേർഡ്സ് നമ്മൾ നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം. നോക്കിയേ, ഹി വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ഇൻ ടൈം. ഇത് വേണ്ട, കാരണം വിൽ അറ്റൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തില്ല, V3 വന്നിട്ടില്ല. സോ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് വേണ്ടെന്ന് വെക്കാം. ഇനി അടുത്ത് നോക്കിയേ, ദി ഗാർഡനർ വാട്ടേർഡ് ഓൺലി ദി ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫസ്റ്റ് സെന്റൻസ് എന്താണ്, ദി ഗാർഡനർ വാട്ടേർഡ് ഓൺലി ദി ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതേപോലെ തന്നെ നമ്മൾ V3 എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ഓരോ സെന്റൻസും ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നോക്കിയേ, ഇപ്പൊ പാസ്റ്റ് ടെൻസിന്റെ കേസ് ആണ് അല്ലെങ്കിൽ എന്താണെങ്കിലും ഒന്നുകിൽ ഈസ് ഓർ ആം വരും അല്ലെ. ഈസ് ഓർ ആം വരും. ചിലപ്പോൾ അതിന്റെ കൂടെ എന്ത് വരും, ഒന്നിൽ ഒരു ബീയിങ് വരും, അല്ലെങ്കിൽ വാസ് ഓർ വെയർ വരും. സെക്കൻഡ് കേസ് ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു ബീയിങ് വരും. അങ്ങനെയാണ് വരുന്നത് അല്ലേ. അല്ലെങ്കിൽ എന്താണ്, ഹാസ് ഓർ ഹാവ് വരും, അതിന്റെ കൂടെ ബീൻ വരും. പിന്നെ ഹാഡ് വന്നാൽ അതിന്റെ കൂടെയും ബീൻ വരും. അങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസ് പഠിച്ചിട്ടുള്ളത്. എന്തൊക്കെ വരും, V3 വരും. അതുകൂടാതെ ഒന്നുകിൽ ഒരു ഈസ് ഓർ ആം കാണും, അല്ലെങ്കിൽ ഈസ് ഓർ ആമിന്റെ കൂടെ ഒരു ബീയിങ് കാണും, അല്ലെങ്കിൽ വാസ് ഓർ വെയർ കാണും, അല്ലെങ്കിൽ വാസ് ഓർ വെയറിന്റെ കൂടെ ഒരു ബീയിങ് കാണും. പിന്നെ അതുപോലെ ഹാസ് ഓർ ഹാവ് ആണെങ്കിലും കാണും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ബീൻ കാണും.
ഇനി അതും അല്ലെങ്കിൽ എന്താണ് ഹാഡ് വന്നാലും അതിന്റെ കൂടെ ബീനും കാണും. ആ രീതിയിലാണ് നമ്മൾ പാസീവ് വോയിസിനെ എഴുതുന്നത് ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ഇങ്ങനെ ഈ ഓക്സിലറി വേർബ് ഏതെങ്കിലും വന്നിട്ടുള്ള സെന്റൻസ് ഉണ്ടോ എന്ന് നോക്കുക. അതായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസിൽ ഇത് ഗാർഡനർ വാട്ടേർഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പൊ അതെന്താ അവിടെ ഓക്സിലറി വേർബ് വന്നിട്ടില്ല, സോ അതും വേണ്ടാന്ന് വെക്കാം. അടുത്തത് ദ പ്ലാൻ വാസ് എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, അവിടെ വാസ് വന്നിട്ടുണ്ട്, V3യും വന്നിട്ടുണ്ട്. ദി പ്ലാൻ വാസ് എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽ. അവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട്? സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, ഓക്സിലറി വേർബ് വന്നിട്ടുണ്ട്, V3 വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഓക്കെ, ഷീ ഹാസ് ജോയിൻഡ് ന്യൂ ഫിലിം. ഷീ ഹാസ് ജോയിൻഡ് ന്യൂ ഫിലിം. അപ്പൊ ഹാസിന് ശേഷം എന്ത് വരണം? ഒരു ബീനും കൂടെ വരണ്ടേ? ഹാസ് ബീൻ ജോയിൻഡ്. പാസീവ് ഫോം ആണെന്നുണ്ടെങ്കിൽ ഹാസ് വരുന്നതിന്റെ കൂടെ എന്തുകൂടി വരണം? ഒരു ബീൻ കൂടി വരണം. വരണോ? വേണം. ഇവിടെ പക്ഷെ എന്താണ്? വാസിന് ശേഷം എന്താണ്? എക്സ്പ്ലെയിൻഡ്. വാസ് എക്സ്പ്ലെയിൻഡ്. നമ്മൾ സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെന്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ വരുമ്പോൾ എന്താണ്? വാസും കൂടെ ആഡ് ചെയ്തിട്ടാണ് വാസ് എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽ എന്നാണ് വരുന്നത് ആണല്ലോ. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലേ. ഓപ്ഷൻ ബി ആണ്. ദി പ്ലാൻ വാസ് എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽ. അതാണ് കറക്റ്റ് ആൻസർ. ഇത് ആവാതിരിക്കാൻ കാരണം എന്താണ്? ഹാസിന് ശേഷം നമ്മളൊരു ബീനും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്താണ് അത് പാസീവ് ഫോം ആയിട്ട് മാറുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഇസ് ദി പോയം റിട്ടൺ ബൈ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഡാഷ് ഇസ് ദി പോയം റിട്ടൺ ബൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൂ, ഹൗ, ഹൂം, ഹുസ്. 4 WH വരുന്ന 4 ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് തന്നിരിക്കുന്നത്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഹു ഈസ് ദി പോയം റിട്ടൺ ബൈ, ഹൗ ഈസ് ദി പോയം റിട്ടൺ ബൈ, whom is the poem written by, whose is the poem written by. അങ്ങനെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നമുക്കറിയാം എന്തായാലും റിട്ടൺ ബൈ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ആരാണ് എഴുതിയത് എന്നാണ് ചോദ്യം വരുന്നത് അല്ലേ. ആരാണ് ഈ പോയം എഴുതിയത്? അപ്പൊ എന്തായാലും ഹൗ ഈസ് ദി പോയം റിട്ടൺ ബൈ എന്ന് വരില്ല. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നാണ്. അതെന്തായാലും അതിനകത്ത് വരാൻ ഇതില്ല അല്ലേ. ഇനി അടുത്തത് ഹും. ഹും ഈസ് ദി പോയം റിട്ടൺ ബൈ. മാച്ച് അല്ല, തെറ്റാണ്. ഹുസ് ഈസ് ദി പോയം റിട്ടൺ ബൈ. അതൊരിക്കലും വരില്ല. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഹു ഈസ് ദി പോയം റിട്ടൺ ബൈ. ആരാണ് ഈ പോയത്തിന്റെ ഓതർ അല്ലെ, ആരാണ് ഈ പോയം എഴുതിയത്? ഹു ഈസ് ദി പോയം റിട്ടൺ ബൈ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഹാവ് ഡാഷ് ഐഡിയ ഓഫ് വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. ഐ ഹാവ് ഡാഷ് ഐഡിയ ഓഫ് വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. അഗെയിൻ ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ഐ ഹാവ്, എല്ലാവർക്കും ഇത് കാണുമ്പോൾ ഐ ഹാവ് ആൻ ഐഡിയ ഓഫ് വാട്ട് ഹാഡ് യെസ്റ്റർഡേ, വാട്ട് ഹാഡ് ഹാപ്പൻഡ് യെസ്റ്റർഡേ എന്നൊരു കൺഫ്യൂഷൻ വരും. പക്ഷേ നമ്മളുടെ എന്താണ് ആൻസർ കീയിൽ വന്ന ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ആർട്ടിക്കിൾ വേണ്ട എന്നുള്ളതാണ്. ഐ ഹാവ് ഐഡിയ ഓഫ് വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ എന്നാണ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പൊ ഐഡിയ എന്നുള്ള വേർഡ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും ആൻ ഐഡിയ, ഐ ഹാവ് ആൻ ഐഡിയ ഓഫ് വാട്ട് had happened yesterday അല്ലെ. വാട്ട് ഹാപ്പൻഡ് yesterday. ഓക്കെ, വാട്ട് ഹാപ്പൻഡ് yesterday എന്ന് വരും. പക്ഷെ എന്താണ് ഇവിടെ ആർട്ടിക്കിളിന്റെ ആവശ്യം ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ബോയ് സിങ്സ് വെരി മെലോഡിയസ്ലി ബട്ട് സംടൈംസ് ഹി ഗെറ്റ് നെർവസ് വൈൽ പെർഫോമിങ്. ഒരു സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. സ്പോട്ട് ദി എറർ. അപ്പൊ ഇതിന്റെ ഏത് ഭാഗത്താണ് എറർ ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്തൊക്കെയാണ്? ദി ബോയ് സിങ്സ് മെലോഡിയസ്ലി ബട്ട് സംടൈംസ് he get nervous while performing. ഏത് ഭാഗത്തായിരിക്കും മിസ്റ്റേക്ക് വരുന്നത്? The boy sings melodiously but sometimes he get nervous while performing അല്ലേ. but sometimes he get nervous while performing എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ the boy, അതിനകത്ത് മിസ്റ്റേക്ക് ഒന്നും വരാനില്ല. sings melodiously but sometimes he get nervous എന്നാണ് വരേണ്ടത്. he gets nervous എന്നാണ്. he എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഗെറ്റ്സ് ആണ് വരേണ്ടത് അല്ലെ. ഇവിടെ കണ്ടോ, ദി ബോയ് സിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ദി ബോയ് സിങ് മെലോഡിയസ്ലി എന്നല്ല, ദി ബോയ് സിങ്സ് മെലോഡിയസ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ എന്ത് പറയണം? ഹി ഗെറ്റ്സ് നെർവസ് വൈൽ പെർഫോമിങ്. ക്ലിയർ ആയോ? ഹി ഗെറ്റ്സ് നെർവസ് വൈൽ പെർഫോമിങ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ റോങ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ. ചൂസ് ദി റോങ്ലി സ്പെൽഡ് വേർഡ്. ഇതും ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പെൽ ചെക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. അക്കോമഡേറ്റ്, മില്യനെയർ, അറ്റൻഡൻസ്, ഒക്കറൻസ്. 4 വേർഡ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ റോങ്ലി സ്പെൽഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള വേർഡ് ഏതാണ്? അക്കോമഡേറ്റ് ആണോ, മില്യനെയർ ആണോ, അറ്റൻഡൻസ് ആണോ, ഒക്കറൻസ് ആണോ? ഏത് വരും?
അറ്റൻഡൻസ്. ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലെ. അറ്റൻഡൻസിന്റെ സ്പെല്ലിംഗ് എന്താണ്? ATTENDANC. അറ്റൻഡൻസ് ആണ്. അറ്റൻഡൻസ് അല്ല, അറ്റൻഡൻസ് ആണ്. DANC ആണ് അറ്റൻഡൻസ് എന്ന് പറയുന്നത്. അക്കോമഡേറ്റ് കറക്റ്റ് ആണ്, മില്യണയർ കറക്റ്റ് ആണ്, ഒക്കറൻസും കറക്റ്റ് ആണ്. അപ്പൊ മിസ്റ്റേക്കൺ ആയിട്ടുള്ള വേർഡ് ഏതാണ്? അറ്റൻഡൻസ് ആണ്. അറ്റൻഡൻസിന്റെ സ്പെല്ലിംഗ് DANC ആണ്. അറ്റൻഡൻസ്, അറ്റൻഡൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അറ്റൻഡൻസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. The striking employees are not ready to yield dash all the negotiations. ഇപ്പൊ എന്താണ് ഇവിടെ? കൺജങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. The striking employees are not ready to yield dash all the negotiations in case, until, despite, unless. എന്ത് വരും ആൻസർ? The striking employees are not ready to yield dash all the negotiations. എന്ത് വരും? ഇൻ കേസ് ആണോ വരുന്നത്, അൺടിൽ ആണോ വരുന്നത്, ഡെസ്പൈറ്റ് ആണോ വരുന്നത്, അൺലെസ് ആണോ വരുന്നത്? ഏതായിരിക്കും വരുന്ന ആൻസർ? ഓപ്ഷൻ സി, ഡെസ്പൈറ്റ് ആണ് വരുന്നത് അല്ലേ. ഡെസ്പൈറ്റ് ഓൾ ദി നെഗോഷിയേഷൻസ് അല്ലേ, അങ്ങനെയല്ലേ ആൻസർ വരുന്നത്? ഡെസ്പൈറ്റ് ഓൾ ദി നെഗോഷിയേഷൻസ്. അപ്പൊ അൺലെസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതില്ലാതെ അല്ലെ, അത് കൂടാതെ എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ അതല്ല വരുന്നത്. ഏതാണ് വരുന്നത്? ഇൻ കേസ് വരില്ല, അൺടിൽ വരില്ല അല്ലേ. വരുമോ? ഇല്ല. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്, ഡെസ്പൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഡെസ്പൈറ്റ്. ദി സ്ട്രൈക്കിംഗ് എംപ്ലോയീസ് ആർ നോട്ട് റെഡി ടു ഈൽഡ് ഡെസ്പൈറ്റ് ഓൾ ദി നെഗോഷിയേഷൻസ്. അപ്പൊ അത് അല്ലാതെ എല്ലാ നെഗോഷിയേഷൻസും എന്താണ്? ദ സ്ട്രൈക്കിംഗ് എംപ്ലോയീസ് ആർ നോട്ട് റെഡി ടു ഈൽഡ് ഡെസ്പൈറ്റ് ഓൾ ദി. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ചുകൊണ്ട് തന്നെ എന്താണ് അവർ വീണ്ടും എന്താണ് ആ ഒരു ഇതിലേക്ക് ആ സ്ട്രൈക്ക് മാറിയിട്ട് അവർ അങ്ങോട്ടേ മുന്നോട്ടേക്ക് പോകുന്നു, അല്ലെ അവർ സറണ്ടർ ചെയ്യുന്നില്ല എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ KTT കാറ്റഗറി 1 ജാനുവരി 2025 ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് 2 സെഷനായിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത അത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്